welcome to my YouTube channel. Yay! ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ്. ഇന്നെന്ന് പറയുന്നത് ആ ഒരു റെയർ ഡേയ്സിൽ ഒന്നാണ് വെൻ മൈ ഹസ്ബൻഡ് ടേക്സ് എ ലീവ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നത്തെ ഡേ ഡ്യൂട്ടി മാറ്റി ഇന്നലെ നൈറ്റ് എടുത്ത് ഓഫായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ തൃശ്ശൂർ പോവാണ്. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് വിശന്നിട്ട് ഇപ്പൊ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് കായ്സ് കിച്ചണിൽ വന്നിട്ടുണ്ട്. ബേബി എന്താ കഴിക്കാൻ പോകുന്നേ? ബിരിയാണി കഴിക്കാൻ വന്നിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കഴിക്കാൻ ശരി. അങ്ങനെ നല്ല ഇഷ്ടായ അങ്ങനെ ഞങ്ങൾ കൊച്ച് വന്നിട്ടില്ല. ഞങ്ങളിവിടെ കൊച്ച് അവിടെ സ്റ്റിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഫോൺ മേടിക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഇറങ്ങുവാണ് ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട്. ഫോൺ വാങ്ങിക്കാൻ വന്നിട്ട് നമ്മൾ പോസ്റ്റായി, നല്ല രീതിക്ക് പോസ്റ്റായി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള സ്മൂത്ത് ഷോയിൽ വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ വ്ളോഗ് ഞങ്ങളുടെ കൊച്ചു കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇവർ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് ബേബിനെ കൊണ്ടുപോകാണ്ട് ഇവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്നതാണ്. ഒന്നുമില്ല. പിസ്താച്ചിയോ ഹേസൽനട്ട് എക്സ്പ്ലോഷൻ. അതാണോ? അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വളരെ നീണ്ട ഫോൺ പർച്ചേസിന് ശേഷം ഞങ്ങളിവിടെ ഫ്രഷായി വീട്ടിലെത്തിക്കുകയാണ്. ഞങ്ങൾ ലേറ്റ് ആയതിൽ അമ്മയ്ക്ക് കംപ്ലൈന്റ് ഉണ്ട് അല്ലേ? നമ്മളിന്ന് ഇന്ന് ഉച്ചയ്ക്കും പുറത്തുനിന്നാണ് കഴിച്ചത്. ഫൈനലി ചോറ് ആൻഡ് കറി കഴിക്കാം നമുക്ക്. അമ്മയുടെ സ്പെഷ്യൽ, അമ്മയുടെ കട്ട്ലേറ്റ് ആണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. ഇതെന്താ? ചിക്കൻ. ഇതെന്താ? ചിക്കൻ പരട്ട്. ഇതെന്താ? മത്തി മിക്സഡ് ഫ്രൈ. പിന്നെ ഇതെന്താ? ഫിഷ് കറി. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് നല്ലതാണ്. നമ്മുടെ കട്ട്ലേറ്റ് സൂപ്പറാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് ബേബി. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ബേബിയുടെ ചെരുപ്പ് പോവില്ല. ഞങ്ങൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തു. ഞങ്ങള് ശ്രീ ഗുരുവായൂർ ടിഫിൻ എന്ന ഷോപ്പിൽ പോയിട്ട് അവിടുത്തെ സ്പെഷ്യൽ ദോശ ഇഡ്ലീസ് ഒക്കെ കഴിക്കാൻ പോകും. അല്ലേ ബേബി? നമ്മൾ എവിടേക്കാ പോണേ? സ്പെഷ്യൽ ഈ പൊടി ഇടിക്കുന്നു. ബേബി ബേബി എന്താ തിന്നണേ? ദോശ. ബേബി അപ്പൊ ഇവിടെ അടുത്തൊരു സൂ ഉണ്ട്. അപ്പൊ ആ സൂലിപ്പൊ വലിയ മൃഗങ്ങളൊന്നും ഇല്ല, പക്ഷെ അവിടെ സിംഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബേബി ഇതൊന്നും സിംഹത്തിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ജസ്റ്റ് സിംഹത്തിനെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ? പേടിയുണ്ടോ സിംഹത്തിനെ?
നല്ല പേടിയുണ്ടോ? സിംഹത്തിനെ കാണാൻ പോവാം. ഓക്കെ. ഇതെന്താ? ഇതിന്റെ പേര് പറ. തത്ത. മുകളിലേക്ക് കുറുക്കൻ കുറുക്കൻ്റെ അവിടെ പറയാറില്ല, കഥ പറയാറില്ല, കുറുക്കൻ്റെ കഥ കടിച്ചു നമുക്ക് എന്താ ബേബി? പേരുണ്ട് ഓസ്ട്രിച്ച്. പറഞ്ഞേ ഓസ്ട്രിച്ച് പറ. ഓഫീസല്ല ഓസ്ട്രിച്ച്. അങ്ങോട്ട് പഠിക്കുന്നു. ബേബിനെ കാണാൻ വരുന്നുണ്ട്. വിളിക്കു ചേട്ടാ. പോവാ, ഇത് കാണാതെയാണ്. അങ്ങോട്ട് പോയേ അത് തിന്നും. പിന്നെ ഈ ചാവുമ്പോൾ അതിന്റെ വയറ്റിൽ കിടക്കുന്നുണ്ടാവും. അത് വലിപ്പം നോക്കി കണ്ടില്ലേ? സിംഹത്തിനെ കണ്ടാ? സിംഹം ഉറങ്ങായിരുന്നു തോന്നുന്നു അല്ലേ? എവിടെ സിംഹം? എവിടെ സിംഹം? അങ്ങോട്ട് വരൂല്ലേ? വിളിച്ചു നോക്ക്, ചെലപ്പോ വരും. ടൈഗർ എല്ലാവർക്കും ക്ഷീണം കിടന്നു. ടൈഗർ എല്ലാരും ഇഷ്ടത്തേർക്ക്. അയ്യോ എണീക്കാൻ പോലും വയ്യ. ഇവർക്കൊക്കെ മടുത്ത് കാണും ഇതിനകത്ത് കിടന്നിട്ട്. മുതല ഈ ആനിമൽസ് ഒക്കെ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്. അവർക്ക് എഴുന്നേച്ച് നോക്കാൻ പോലും വയ്യ. എല്ലാരും കിടന്നുറങ്ങായിരുന്നു. ആൻഡ് ഭയങ്കര ഇരുട്ടാണ്. മര്യാദക്ക് മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. ബേബി നമുക്കിനി സിനിമയ്ക്ക് പോകാനുണ്ട് എല്ലാവരുടെയും കൂടെ. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് വേഗം ഓടുകയാണ്. വേണ്ടാ ഹിപ്പോപ്പൊട്ടാമസ് പറ. അങ്ങനെ ദേ നമ്മളെല്ലാരും കൂടെ സിനിമയ്ക്ക് പോവാണ്. അമ്മ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. എസു സിനിമ തിയേറ്ററിലും മിണ്ടാണ്ടിരിക്കണം കേട്ടോ. എസുവിനെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഐ തിങ്ക് ഒരു വർഷം മുമ്പ് അങ്ങാണ്ടാണ് അതിനെ സിനിമയ്ക്ക് കൊണ്ടുപോയത്. എന്തായിരിക്കും അവസ്ഥ എന്ന് കണ്ടറിയാം. കൊച്ചിനെ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ കൊച്ചി ഭയങ്കര ഹൈപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കലാണ് കൊച്ചിന്റെ പണി. നമ്മൾ സിനിമ കഴിഞ്ഞ് വന്നു. എനിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമ. 2 മണിയായി. കൊച്ചി അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. കൊച്ചി കിടന്ന് ഉറങ്ങി. പിന്നെ മുട്ടയുള്ള ബിരിയാണി, അമ്മയുടെ വക സിമ്പിൾ ബിരിയാണി. കൊരട്ടിയിലേക്ക് ഉള്ള യാത്ര തിരിച്ചു. പക്ഷെ അതിന് മുമ്പ് നമ്മളെല്ലാരും കൂടി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ്. അതാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതോടുകൂടി നമ്മൾ പാക്കപ്പ് ഗോയിങ് ടു കൊരട്ടി. ഹലോ മേജ് ചേട്ടൻ നോക്കത് എന്താ വീഡിയോ ഒക്കെ. ഇതാ ഹൃദു എന്ന് പറഞ്ഞ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ? ബേബിയുടെ ചേച്ചിയാണോ? ചേച്ചിയുടെ പേരെന്താ?